സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജെനീസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ മേൽ കരുണയും കൃപയുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം മനസ്സിലാക്കുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവവചനങ്ങളുടെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബെനഡിക്റ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പൈശാചിക പീഡ അനുഭവിക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥനകൾ എല്ലാം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർത്ത് കർത്താവെ ഞങ്ങൾ അതിൻ്റെ മുൻപാകെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ ഞങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് വിശുദ്ധ ലൂക്ക എഴുതിയ അപ്പസ്തോല പ്രവർത്തനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ബർണബാസും പൗലോസും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയും അവരുടെ സുവിശേഷ വേലയിൽ അവർ നേരിടുന്ന ചില പ്രതിസന്ധികളെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. 13-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഇപ്പൊ സുവിശേഷ വേല ചെയ്യുന്നു. ആ സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഏതെങ്കിലും ദേശത്ത് പോവുകയോ എവിടെയെങ്കിലും പോയി പ്രസംഗിക്കുകയോ സുവിശേഷം അറിയിക്കുകയോ അല്ല ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പൗലോസിനെയും ബർണബാസിനെയും ഞാൻ നിർദ്ദേശിക്കുന്ന പ്രവർത്തനത്തിനായി മാറ്റി നിർത്തുക. ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പഴയ കാലഘട്ടങ്ങളിലാണെങ്കിൽ ബിഷപ്പ് അല്ലെങ്കിൽ വൈദികർ അല്ലെങ്കിൽ പ്രബോധകർ, പ്രഘോഷകർ, രോഗശാന്തി ശുശ്രൂഷകർ, പ്രവചനപരമുള്ള ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഈ കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ ചെയ്യുന്ന സമയത്ത്, പ്രിന്റ് മീഡിയയിലാണെങ്കിൽ പ്രസ്സിലുള്ള പ്രിന്റർ, പബ്ലിഷർ, അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ചെയ്യുന്ന ആളുകൾ, പ്രൂഫ് റീഡേഴ്സ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്. ഇനി വിഷ്വൽ മീഡിയയിൽ കടന്നു വരുന്ന സമയത്ത് ക്യാമറ ചെയ്യുന്ന ആളുകൾ, എഡിറ്റിംഗ് ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ മീഡിയയിൽ അത് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ, ഇന്റർനെറ്റായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെല്ലാം സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായി മാറുന്നു. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, സ്റ്റുഡിയോയിനുള്ളിൽ നിന്ന് പ്രസംഗിക്കുന്നു. നിങ്ങളുടെ ഡിവൈസിൽ, മൊബൈലിലോ സിസ്റ്റത്തിലോ PC യിലോ ലാപ്പിലോ അല്ലെങ്കിൽ TV യിലോ ഒക്കെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഒരു പ്രവൃത്തിയല്ല, ഒരു ടീമിൻ്റെ ഒരു എഫേർട്ടാണ് വരുന്നത്. വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ സൗണ്ട് റെക്കോർഡിങ് ചെയ്യുന്ന ആളുകൾ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അത് മിക്സ് ചെയ്യുന്ന ആളുകൾ, ഇനി ചില സമയങ്ങളിൽ അതിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന പിക്ചേഴ്സ് കണ്ടെത്തി ചെയ്യുന്ന ആളുകൾ, ഗ്രാഫിക് ഡിസൈനേഴ്സ്, പോസ്റ്റേഴ്സ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ അതിന് ലിങ്കുകൾ അയച്ചു കൊടുക്കുകയും അതിലേക്ക് പ്രൊമോഷൻ നടത്തുന്ന ആളുകൾ, ഇവരെല്ലാം സുവിശേഷ വേലയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ പറയുന്നു, ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പൗലോസിനെയും ബർണബാസിനെയും മാറ്റി നിർത്തുന്നു. ഉപവാസത്തിനും പ്രാർത്ഥനയും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. അപ്പോൾ പൗലോസിനെയും ബർണബാസിനെയും പറഞ്ഞയക്കുകയാണ് സുവിശേഷം പറയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്? ഉപവാസവും പ്രാർത്ഥനയ്ക്ക് ശേഷം കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ടാണ് പൗലോസിനെയും ബർണബാസിനെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടവർ സെലൂക്യയിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. സലാമീസിൽ എത്തിയപ്പോൾ അവർ യഹൂദരുടെ സിനഗോഗുകളിൽ ദൈവവചനം പ്രസംഗിച്ചു. ഇപ്പൊ സൈപ്രസിലെത്തി കഴിഞ്ഞപ്പോൾ അവർ ആദ്യം തന്നെ പോയത് സിനഗോഗുകളിലേക്കാണ് പോയത്. സിനഗോഗുകളിൽ എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ച 6 മണി മുതൽ ശനിയാഴ്ച 6 മണി വരെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നു. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളും സങ്കീർത്തന ഭാഗങ്ങളും ചില പ്രവചന ഗ്രന്ഥങ്ങളെയും അടിസ്ഥാനമാക്കി
പ്രസംഗിക്കുന്നു, ആളുകളെ ആത്മീയമായി ഒരുക്കുന്നു. ഇതാണ് സിനഗോഗിൽ നടക്കുന്നത്. സിനഗോഗിൽ ചെന്ന് ദൈവവചനം പ്രസംഗിച്ചു. അവരെ സഹായിക്കാൻ യോഹന്നാനും ഉണ്ടായിരുന്നു. അവർ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാഫോസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടി. ഇപ്പൊ സൈപ്രസിൽ എന്ന രാജ്യം മുഴുവൻ അവര് പല സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുന്നു. ആ പ്രസംഗിച്ച അവസാനം ഈ പാഫോസ് എന്ന ഗ്രാമത്തിലെത്തിയ സമയത്ത് ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടുന്നു. അവൻ ബർ-യേശു എന്ന പേരുള്ള യഹൂദനായ ഒരു വ്യാജ പ്രവാചകനായിരുന്നു. അപ്പൊ ഈ പാഫോസിലെ മാന്ത്രികനെ പറ്റി നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു അവനൊരു വ്യാജ പ്രവാചകനായിരുന്നു, അവനൊരു യഹൂദനായിരുന്നു. അപ്പൊ യഹൂദൻ, വ്യാജ പ്രവാചകൻ, 2 ഡിഗ്രിയുള്ള ആളാണ്. ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സെർജിയസ് പൗലസിന്റെ ഒരു സദസ്യനായിരുന്നു. ആ ദേശം ഭരിക്കുന്ന, സൈപ്രസ് ദേശം ഭരിക്കുന്ന സ്ഥാനപതിയുണ്ട്, ഉപസ്ഥാനപതിയുണ്ട്. ഈ ഉപസ്ഥാനപതിയെ പറ്റി പറയുന്നു അദ്ദേഹം വലിയ ബുദ്ധിമാനായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമാന്മാർക്ക് മിക്കവാറും ഉപദേശിക്കാൻ വേണ്ടി ഒരു കൗൺസിൽ ഉണ്ടാവും. ആ കൗൺസിലിലെ അംഗമായിരുന്നു ഈ മാന്ത്രികനായിരുന്ന ബർ-യേശു എന്ന് വിളിക്കപ്പെടുന്ന ഈ വ്യാജ പ്രവാചകൻ. ഈ ഉപസ്ഥാനപതി ദൈവത്തിനെ ശ്രമിക്കാൻ താല്പര്യപ്പെട്ട് ബർന്നബാസിനെയും സാവൂളിനെയും വിളിപ്പിച്ചു. അപ്പോൾ ഉപസ്ഥാനപതിക്ക് ദൈവവചനം കേൾക്കണമെന്നൊരാഗ്രഹം. ആ ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ട് സാവൂളും ബർന്നബാസും ദേശം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയാണ്. ഈ 2 പേരെയും വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, എന്നാൽ മാന്ത്രികനായ എലിമാസ്, മാന്ത്രികൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം, വിശ്വാസത്തിന്റെ ഉപസ്ഥാനപതിയെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു. അപ്പൊ ഒരു വിശ്വാസ പോരാട്ടം നടക്കുകയാണ്, ഒരു ആത്മീയ സമരം നടക്കുകയാണ്. അപ്പോൾ ഉപസ്ഥാനപതിയായ സെർജിയൂസിനെ സുവിശേഷം കേൾക്കണം. പൗലോസും ബർന്നബാസും ആ സുവിശേഷം അറിയിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. അവരെ വിളിപ്പിക്കുന്നു. എന്നാൽ ഉപസ്ഥാനപതി സുവിശേഷം കേൾക്കുന്നത് തടയാൻ വേണ്ടി ഈ എലിമാസ് എന്ന മാന്ത്രികൻ ശ്രമിക്കുന്നു. പൗലോസ് എന്ന് പേര് കൂടി ഉണ്ടായിരുന്ന സാവൂളുടെ പരിശുദ്ധാത്മ നിറഞ്ഞ അവന്റെ നേരെ സൂക്ഷിച്ച് നോക്കി. ഇപ്പൊ ആധുനിക സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പൊ പറയുന്നതാണ്, നമ്മുടെ പല ആളുകളെയും കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ഐ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറയും. ഇപ്പൊ ചില ആളുകൾ ചെറിയ തെറ്റൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളെയൊക്കെ അധ്യാപകർ ശാസിക്കുന്ന സമയത്ത് കുട്ടികളെ നെഞ്ച തറയിലേക്ക് നോക്കി നിൽക്കും, അധ്യാപകന്റെ മുഖത്തേക്ക് നോക്കില്ല. അത് അവരുടെ ഒരു കുറ്റബോധമാണ്, അതിന് കാരണമാണ്. പലപ്പോഴും അതുകൊണ്ട് തന്നെ ആധുനിക മനഃശാസ്ത്രം പറയുന്നുണ്ട് ഐ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്ന് പറയും. അപ്പൊ ഈ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരാളെ മാനസികമായിട്ട് കീഴ്പ്പെടുത്താൻ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. പൗലോസ് ഈ മന്ത്രവാദിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, സാത്താന്റെ സന്താനമേ. വ്യാജപ്രവാചകന് കൊടുക്കുന്ന ഒരു ആദ്യത്തെ ഡെസിഗ്നേഷനാണ് സാത്താന്റെ സന്താനമേ എന്ന് പറഞ്ഞ വ്യാജപ്രവചനം നടത്തുന്നവൻ. പിശാചിനെ കുറിച്ച് പറയുന്നത് പിശാച് നുണയനാണ്, നുണയുടെ പിതാവുമാണ്. അപ്പൊ സാത്താന്റെ സന്താനമേ. 2, സകല നീതിക്കും എതിരായവനെ. നീതി, നിയമം ഇതിന് എതിരായി, ദൈവഹിതത്തിന് വിരുദ്ധമായി, ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, സകല നീതിക്കെതിരാണ്, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിക്കുക, ദുഷ്ടത പ്രവൃത്തികൾ ചെയ്യുക, വഞ്ചിക്കുക നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവത്തിന്റെ നേർവഴികൾ, സ്വർഗത്തിലേക്കുള്ള വഴികൾ ഇടുങ്ങിയതും വീതി കുറഞ്ഞു കാണുന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയാണ്, നേർവഴി ദുഷിപ്പിക്കുന്നത് നീ വിരമിക്കില്ലേ, ഇല്ലെങ്കിൽ ആളുകൾക്ക് പ്രലോഭനം ഉണ്ടാക്കുന്ന തരത്തിൽ ഭൗതികമായ കാര്യങ്ങളിലെ താല്പര്യം ഊന്നിക്കൊണ്ട് പല കാര്യങ്ങളും പറയുന്നു. എന്നിട്ട് പൗലോസ് ഈ വ്യക്തിയോട് പറയാണ്, 11, ഇതാ കർത്താവിന്റെ കരം ഇപ്പോൾ നിന്റെ മേൽ പതിക്കും. ദൈവത്തിന്റെ കരം നിന്റെ മേൽ വന്ന് പതിക്കും. ദൈവത്തിന്റെ കരം വന്ന് പതിച്ചാൽ എന്താണ്ടാവുന്ന പൗലോസിന് നല്ലപോലെ അറിയാം. കാരണം ദമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് ദൈവത്തിന്റെ കരം പൗലോസിന്റെ മേൽ പതിക്കുകയും പൗലോസ് കുതിരപ്പുറത്തു നിന്ന് വീഴുകയും പൗലോസിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും 3 ദിവസം കണ്ണ് കാണാതെ ഋജുവേദി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിലെ ഒരു ഭവനത്തിൽ ഇരിക്കുകയും അവസാനം അനന്യാസ് വന്ന് കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പൗലോസിന് കണ്ണുകളിൽ നിന്ന് ചിതമ്പലുകൾ പോലെ എന്തോ ഒന്ന് കൊഴിഞ്ഞു വീഴുകയും കാഴ്ച വീണ്ടും കിട്ടുകയും അന്ന് മുതൽ അവൻ ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഈ കുതിരപ്പുറത്ത് വീഴുന്ന സമയത്ത് പൗലോസ് ചോദിക്കുന്നത്, നീ ആരാണ്? അതിന് മറുപടി പറയാൻ, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ.
സഭയിലെ വിശ്വാസികളെയാണ് പൗലോസ് പീഡിപ്പിച്ചത്. പക്ഷേ നീ ആരാണെന്ന് ചോദിച്ച സമയത്ത് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ, അല്ലെ സഭയെ പീഡിപ്പിച്ചപ്പോൾ എന്നെ തന്നെയാണ് പീഡിപ്പിക്കുന്നതെന്നാണ് ക്രിസ്തു നൽകിയ മറുപടി. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ കരം മേത്ത് വന്നാൽ ഉണ്ടാവുന്ന അനുഭവം നല്ലതുപോലെ മറുതലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന പൗലോസിന് മാനസാന്തരം എത്തിയത് ഇതാ കർത്താവിൻ്റെ കരം ഇപ്പോൾ നിന്റെ മേൽ പതിക്കും. നിന്റെ ഈ മറുതലിക്കുന്ന സ്വഭാവം, സകല നീതിക്കെതിരായിട്ടുള്ള സ്വഭാവം, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞത്, നേർവഴികൾ ദുഷിപ്പിക്കുന്ന ഈ സ്വഭാവത്തിൽ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ കരം നിന്റെ മേൽ പതിക്കും. നീ അന്ധനായി തീരും. സാധാരണഗതിയിൽ നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് സുവിശേഷത്തിൽ 5 സ്ഥലത്ത് 4 സുവിശേഷം വായിക്കുമ്പോൾ കണ്ണ് കാണാത്ത ആളുകൾക്ക് കാഴ്ച കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അന്ധരുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന യേശു, ജന്മനാ കുരുടനായ അവന് പോലും സൗഖ്യം കൊടുക്കുന്ന യേശു. പക്ഷെ ഇവിടെ ഈ ദൈവിക നീതിക്കെതിരായിട്ട് നിൽക്കുന്നതിനോട് പറയുന്നു നീ അന്ധനായി തീരും. പൗലോസും തന്റെ ജീവിതത്തിൽ അന്ധനായി 3 ദിവസം കഴിച്ചു കൂട്ടിയതാണ്. നീ അന്ധനായി തീരും. കുറെ കാലത്തേക്ക് സൂര്യനെ ദർശിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രകാശം സൂര്യനാണ്. ആ സൂര്യൻ പ്രകാശിച്ചാലും നിനക്ക് കാണാൻ സാധിക്കില്ല. അത്രയും കഠിനമായ, ഇപ്പം നമ്മൾ സാധാരണ ഇതിൽ കണ്ണിന് കാഴ്ചയുള്ള ആളാണെങ്കിൽ പോലും കണ്ണടച്ച് പിടിച്ച് ഒരു ട്യൂബ് ലൈറ്റിന് മുമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു വെളിച്ചം പോലെയൊക്കെ കണ്ണിൻ്റെ ഉള്ളിൽ കാണും. പക്ഷെ ഇവിടെ പറയുന്നു സൂര്യനെ ദർശിക്കാൻ പോലും നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ശാപവാക്കുകളാണ് ഉച്ചരിക്കുന്നത്. നിന്റെ കണ്ണിന് കാഴ്ച ഇല്ലാതെയാകും, സൂര്യനെ പോലും കാണാൻ കഴിയില്ല. ഇത് പറഞ്ഞ വഴിക്ക് ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു. ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു. അവനും ചുറ്റും ഒരു ഇരുട്ട് വന്ന് വ്യാപരിച്ചു. തന്നെ കൈക്ക് പിടിച്ച് നയിക്കാൻ അവൻ ആളുകളെ അന്വേഷിച്ച് ചുറ്റിത്തിരിഞ്ഞു. അപ്പൊ ഇവന്റെ ആവശ്യം, ഇവനൊന്നും കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവനെ കൊണ്ടു നടക്കാൻ ആരെങ്കിലും ഒന്ന് കൈ പിടിക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ട് അവൻ നടക്കണം. പക്ഷെ ആരും അവനെ തൊടാൻ പോലും ആളുകൾക്ക് ധൈര്യപ്പെടുന്നില്ല. ഈ സംഭവം കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിന്റെ പ്രബോധനത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ എടുത്തു പറയുന്ന കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ശുശ്രൂഷ വിജയിക്കുമ്പോഴാണ് ആളുകളുടെ വിശ്വാസം വർദ്ധിക്കുക. ഇവിടെ കാണുന്നത് ഒരാളെ സൗഖ്യമാക്കുകയല്ല ചെയ്ത് കണ്ണുണ്ടായിരുന്ന ആളുടെ കാഴ്ച ഇല്ലാതാക്കുകയും, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന തെറ്റായിട്ടുള്ള ശുശ്രൂഷ ചെയ്ത് വ്യാജ പ്രബോധനം കൊടുത്ത് വ്യാജ പ്രവചനം നടത്തി അല്ലെങ്കിൽ ജനത്തിനെ തിന്മയിലേക്ക് നയിച്ച് നീതിക്കെതിരായി പ്രവർത്തിച്ച, ദുഷ്ടത പ്രവർത്തിച്ച, വഞ്ചനത പ്രവർത്തിച്ച വ്യക്തിയെ ശിക്ഷ കൊടുക്കുകയും അവന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയും നടക്കാൻ പറ്റാതെ വന്ന സമയത്ത് കർത്താവിന്റെ പ്രബോധനത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും സ്ഥാനപതി അല്ലെങ്കിൽ ദേശത്തിന്റെ അധിപതി വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഗ്രാമങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറുപട്ടണങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ശുശ്രൂഷ നടക്കുന്നത് ഉപസ്ഥാനപതിയുടെ അടുത്താണ്. ഇപ്പൊ രാജ്യത്തെ പ്രധാനമന്ത്രി മാനസാന്തരപ്പെട്ടാൽ, അല്ലെങ്കിൽ രാജ്യത്തെ രാജാവ് മാനസാന്തരപ്പെട്ടാൽ പ്രജകൾ ബഹുഭൂരിപക്ഷവും മാനസാന്തരപ്പെടും. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചപ്പോഴാണ് റോമൻ സാമ്രാജ്യം മുഴുവൻ ക്രിസ്തുമതത്തിലേക്ക് വന്നത്. അതിനു മുൻപ് നാട്ടിലെ സാധാരണക്കാരാണ് വിശ്വാസം സ്വീകരിച്ചത്. പക്ഷെ രാജാവ് സ്വീകരിച്ചപ്പോൾ മുഴുവൻ ആളുകളും മാനസാന്തരപ്പെട്ടു. ഇന്നും ഈ സൈപ്രസ് എന്ന രാജ്യത്തിൽ നിങ്ങൾ ജനസംഖ്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ 98% ആളുകൾ കത്തോലിക്കരാണ്. റോമൻ കാത്തലിക് ചർച്ചിലെ അംഗങ്ങളാണ് 98% ആളുകൾ. അന്ന് പൗലോസിന്റെ കാലത്തുണ്ടാക്കിയ ആ മാനസാന്തരത്തിന്റെ ഇഫക്റ്റ് ഇപ്പോഴും അവിടെ തുടരുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനൊരു ഒരു വ്യക്തിക്ക് സംഭവിച്ച അപകടം, കണ്ണ് കാണാതെ പോകുന്ന സാഹചര്യം. അപ്പോൾ പലപ്പോഴും വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവൻ മന്ത്രവാദിയാണ്. 2, വ്യാജ പ്രവാചകനാണ്. 3, വ്യാജ പ്രബോധനം കൊടുക്കുന്നു. 4, വഞ്ചന ചെയ്യുന്നു. 5, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നു. 6, നേർവഴികൾ ദുഷിപ്പിക്കുന്നു. തിന്മയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് തടസ്സം നിൽക്കുന്നു. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ധ്യാനത്തിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് എന്താ കാര്യം, ധ്യാനത്തെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതിന് എതിരായിട്ട് ചെയ്യും. ഒരാൾ കൺവെൻഷന് ഏതെങ്കിലും പള്ളിയിൽ കൺവെൻഷൻ നടക്കുകയാണെങ്കിൽ പറയും, അതവിടെ കുറെ പാട്ടുപാടി കുറെ വാളം വയ്ക്കുന്നതിനാണ്, ഒരു കാര്യമില്ല. ഇനി ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി ദൂരെയുള്ള ഒരു തീർത്ഥാടനത്തിന് പോവുകയാണെങ്കിൽ പറയും, ഇവിടെ പള്ളിയില്ലേ, ഇവിടെ യേശുവില്ലേ, ഇവിടെ മാതാവില്ലേ, പിന്നെ എന്തിനാണ് അവിടെ പോണേ. എപ്പോഴും
ഒരു വിശ്വാസത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഈ ആളുകളെയൊന്നും ഉപദേശിച്ചിട്ട് ഒരു മനം മാറുവാൻ ഉള്ള സാഹചര്യം വളരെ കുറവാണ്. പലപ്പോഴും ഇത്തരം പ്രവർത്തിക്കുന്ന ആളുകളെ ശാസിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ പതിക്കാൻ വേണ്ടി ദൈവനാമത്തിൽ കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ചില സമയത്ത് ഇത്തരം തിന്മയുടെ ശക്തികൾ നീങ്ങിപ്പോവുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ഈ തിന്മയുടെ ശക്തികൾ വിട്ടുപോകില്ല. പലപ്പോഴും അത്തരം ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് നേരിട്ടൊരു എൻകൗണ്ടർ പോലെയാണ്. ഈ തിന്മയുടെ ശക്തികളുടെ പ്രതിപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കും. ഈ ശക്തികളുടെ പരിപൂർണമായ പരാജയത്തിലൂടെയാണ് ദൈവവചനം സ്ഥിരീകരിക്കപ്പെടുന്നത്. ആ ദൈവവചനം സ്ഥിരീകരിക്കപ്പെടുന്നില്ലെങ്കിൽ പലപ്പോഴും ഇത് സംഭവിക്കാതെ പോകുന്നു. ഇവിടെ ഒരു വ്യാജ പ്രവാചകൻ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുന്നു, ദൈവവചനം കേൾക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. ആ ദൈവവചനം കേൾക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന സമയത്ത് ദൈവത്തിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ആ ദൈവനാമത്തിൽ ശാസിക്കുന്ന സമയത്ത് അയാളുടെ ശക്തികളെ നിർവീര്യമാക്കി കളയുന്നു. അയാളുടെ കയ്യിലുള്ള വിദ്യകളൊന്നും അയാൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അതോടുകൂടി ആ ദേശത്തെ സ്ഥാനപതി ഉൾപ്പെടെയുള്ള ആളുകളുടെ മുഴുവൻ വലിയ മാനസാന്തരത്തിനും സുവിശേഷത്തിൻ്റെ ഒരു മുന്നേറ്റത്തിനും അത് ഇടയാക്കും. സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾ പല സ്ഥലത്തും കടന്നു പോകുന്ന സമയത്ത് ഈ പള്ളികളിൽ വന്ന് സുവിശേഷം പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പള്ളികളിലൊക്കെ രണ്ട് തരം ചിന്താഗതി സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. സുവിശേഷ പണ്ഡിതന്മാർ ഇങ്ങനെ പറയാറുണ്ട്, അപ്പസ്റ്റോളിക് ചർച്ച്, ഇവാഞ്ചലിക്കൽ ചർച്ച്, ഇങ്ങനെ രണ്ട് ആശയങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പസ്റ്റോളിക് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയത്തിന് പിന്നിലുള്ളത് ഒരു ദേവാലയമുണ്ട്, ഒരു ഇടവക ദേവാലയമുണ്ട്, അവിടെ വികാരിയച്ഛനുണ്ട്, പള്ളി കമ്മിറ്റിയുണ്ട്, കുടുംബ സമ്മേളനങ്ങളുണ്ട്, അല്ലെങ്കിൽ വിവിധ ഭക്ത സംഘടനകളുണ്ട്, അവിടെ ചിലപ്പോൾ ഒരു കോൺവെന്റ് ഉണ്ടായിരിക്കാം, കുറേ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. ഇവരുടെ ഈ കൊടുക്കുന്ന ശുശ്രൂഷ മുഴുവൻ സാധാരണഗതിയിൽ ആ പള്ളിയിൽ വരുന്ന ഇടവകയിലെ ജനത്തിന് മാത്രമാണ് ഈ ശുശ്രൂഷ കിട്ടുന്നത്. അതല്ലാത്ത ആരെയും ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇടവകയിൽ ഈ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലേ വർദ്ധിക്കുകയുള്ളൂ. ഒന്ന്, മറ്റ് സ്ഥലങ്ങളിൽ വിശ്വാസി അവിടെ വന്ന് സ്ഥലം മേടിച്ച് വീട് പണിത് ആ ഇടവകയിൽ അംഗമാകുമ്പോൾ ചിലപ്പോൾ ഇടവകയിലെ ജനസംഖ്യ കൂടും. രണ്ട്, ആ ഇടവകയിൽ തന്നെ ജനങ്ങൾ അവർക്കുണ്ടാകുന്ന കുട്ടികൾ, ആ കുട്ടികൾ വളരുന്നു, വിവാഹം കഴിക്കുന്നു, അങ്ങനെ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രവർത്തനം വഴി ഉണ്ടാകുന്ന വളർച്ച. ഈ കാലഘട്ടങ്ങളിലാണെങ്കിൽ അത്തരം വളർച്ച ഇല്ലാതെ ആവുകയാണ്. കാരണം എൻ്റെ ഇടവകയിൽ ഒരു 17 വയസ്സിനും 30 വയസ്സിന് താഴെയുള്ള മിക്കവാറും കുട്ടികൾ പഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും പിന്നീട് അവരാരും ഇവിടെ വന്നില്ല. പലരും അവിടെ ആ രാജ്യങ്ങളിൽ തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കുകയും പിന്നെ അവരവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. വല്ലപ്പോഴും മാത്രം മാതാപിതാക്കളെ കാണാൻ വേണ്ടി വരുന്നു. ഇനി ഇതിൻ്റെ അടുത്ത തലമുറയാവുന്ന സമയത്ത് ഈ മാതാപിതാക്കളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഈ പോയ ആളുകളുടെ അടുത്ത തലമുറയാവുന്ന സമയത്ത് അവർ ഈ സ്ഥലമൊക്കെ വിറ്റ്, നാടും സ്ഥലമൊക്കെ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും നാടുമായിട്ടുള്ള ബന്ധം ഇല്ലാതെയാണ്. ഞാൻ ഈ അടുത്ത നാളുകളിൽ കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന ഒരു സ്ഥലത്തേക്ക് പോകാനാണ്. ഒരു വൃദ്ധമന്ദിരത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ കാണാൻ വേണ്ടിയാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് അവിടെ ആളുകളൊക്കെ പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞു വെച്ചാൽ ആ നാട്ടിലെ 300ഓളം വീടുകൾ വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ആ വീട്ടിലുള്ള ആളുകളൊക്കെ സാധാരണക്കാരായിരുന്ന ആളുകളായിരുന്നു. അവരൊക്കെ മിക്കവാറും നഴ്സിംഗ് പ്രൊഫഷനിൽ വന്നും വിദേശത്ത് പോയി അവരൊക്കെ അവിടെ പൗരത്വം എടുത്ത് അവിടെ സ്ഥിരതാമസാക്കി. ഇവിടെ ഉണ്ടായിരുന്ന അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ മരിച്ചു, പ്രായമായ ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെയുള്ള ആളുകൾക്ക് അവരുടെ കുട്ടികൾക്ക് ഈ ദേശത്തേക്ക് വരുവാൻ താല്പര്യമില്ല. അതുകൊണ്ട് വിൽക്കാട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എല്ലാവരും വിൽക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്, മേടിക്കാനായിട്ട് ആരും വരുന്നില്ല. 300-ലധികം വീടുകൾ ആ കല്ലറ എന്ന് പറയുന്ന കടുത്തിരുത്തി ഒരു 10 കിലോമീറ്റർ മാറി കോട്ടയം ജില്ലയെ ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായിട്ട് വരുന്ന ഈ സ്ഥലത്ത് മാത്രം 300-ലധികം വീടുകൾ വിദേശത്ത് പോയ മാതാപിതാക്കളുടെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ കടന്നു വരുന്നു. എങ്കിൽ തന്നെ വിശ്വാസത്തിനൊരു വീഴ്ച സംഭവിച്ച് കടന്നു വരുന്ന സമയത്ത്, സുവിശേഷം പറയാൻ കിട്ടുന്ന സമയത്ത് സുവിശേഷത്തെ തടസ്സപ്പെടുത്തുന്ന വ്യക്തികളെ ശാസിക്കുകയും അവരുടെ മേൽ ദൈവകോപം അവരുടെ മേൽ വന്നു വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും തിന്മയുള്ള ശക്തിയുടെ സ്വാധീനമുണ്ടെങ്കിൽ നിർവീര്യമായി പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വഴി തുറക്കുന്നൊരു ഘടകമായി മാറും. സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ആളുകൾ, ചില ആളുകളൊക്കെ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന സമയത്ത് പ്രതികൂലങ്ങൾ കടന്നു വന്ന് സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് പിൻവാങ്ങിയ ആളുകളുണ്ട്. പിന്മാറ്റക്കാരായിട്ടുള്ള ആളുകൾ ആ പിന്മാറ്റത്ത് മാറുവാനും വീണ്ടും മുന്നണി പോരാളികളായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനഭാഗത്തിൽ ബർന്നബാസിൻ്റെയും
പൗലോസിൻ്റെയും സുവിശേഷ പ്രഘോഷണം വഴി സൈപ്രസ് എന്ന ദേശത്തെ മുഴുവൻ നേടിയെടുത്ത് യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യമാക്കി മാറ്റുവാനും അവിടെ അതിനെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ നിർവീര്യമാക്കുന്നതിനും അവിടെയുള്ള മുഴുവൻ ജനത്തിൻ്റെ മാനസാന്തരത്തിന് ഇടയായതുപോലെ ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്ന ആളുകളിലേക്ക് വലിയൊരു മാനസാന്തര അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സുവിശേഷ സന്ദേശങ്ങൾക്ക് സുവിശേഷത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നിർവീര്യമായി പോട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചിക പീഡ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പരിപൂർണമായി വിടുതൽ ലഭിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.